ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നേരം വെളുക്കുന്നതിന് മുന്നേ നമ്മളൊരു ബ്യൂട്ടിഫുൾ യാത്ര തുടങ്ങുകയാണ്. ദിസ് ട്രിപ്പ് ഈസ് ടു വാൻകൂവർ ഐലൻഡ്സ്. കാറെടുത്ത് നമ്മൾ നേരെ എത്തിയത് സ്വാസൻ ഫെറി ടെർമിനലിലാണ്. 7:30 നമ്മുടെ ഫെറി. ഒരു 2 വീക്സ് മുന്നേ നമ്മൾ കാറിനും പാസഞ്ചേഴ്സിനും വേണ്ട അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. സോ ചെക്കിംഗ് വാസ് സോ ഈസി. ഈ ഫെറിയിൽ നിന്നാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഏറ്റവും സുന്ദരമായ യാത്രകളിലൊന്ന് തുടങ്ങുന്നത്. കാറ് ഫെറിയിൽ പാർക്ക് ചെയ്തിട്ട് ഇനി 2 hours കടൽ യാത്രയാണ് കേട്ടോ. ഈ ഫെറി വാൻകൂവർ ഐലൻഡ്സിലേക്ക് പോകുന്ന പ്രധാന റൂട്ടുകളിൽ ഒന്നാണ്. നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് സെയിലിഷ് സീ വഴിയാണ്. ഇത് പസഫിക് ഓഷ്യന്റെ ഭാഗമായ ഒരു കോസ്റ്റൽ വാട്ടർ സിസ്റ്റമാണ്. ചുറ്റും നീല സമുദ്രം, ദൂരത്ത് ഗൾഫ് ഐലൻഡ്സ്, നല്ല തണുത്ത കാറ്റ്. ആഹാ, ഇതെല്ലാം ചേർന്ന് ഈ യാത്ര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഫെറിയുടെ ഉള്ളിൽ കോസി സീറ്റിംഗ് ഏരിയ, റെസ്റ്റോറൻറ്റ്സ്, കിഡ്സ് പ്ലേ സോൺ, ഷോപ്സ്, പ്രീമിയം ലോഞ്ച് ഏരിയ, ബിസിനസ് കോൺഫറൻസ് റൂം എല്ലാം ഉണ്ട്. യാത്രക്കിടയിൽ തന്നെ ഒരു മിനി വെക്കേഷൻ ഫീൽ. 2 hours ഈ യാത്ര എത്തുന്നത് നനൈമോലാണ്. വാൻകൂവർ ഐലൻഡ്സിന്റെ ഈസ്റ്റ് കോസ്റ്റിലുള്ള ഒരു കോസ്റ്റൽ സിറ്റി. വാൻകൂവർ ഐലൻഡ്സ് കാനഡയിലെ ഏറ്റവും വലിയ ഐലൻഡ്സിൽ ഒന്നാണ് കേട്ടോ. നോർത്ത് അമേരിക്കയിലെ പസഫിക് കോസ്റ്റിലുള്ള ഏറ്റവും വലിയ ഐലൻഡ് കൂടിയാണിത്. ഏകദേശം 460 kilometers നീളത്തിലാണ് ഇത് കിടക്കുന്നത്. ഒരു യാത്ര പോകുമ്പോൾ ഡെസ്റ്റിനേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ ജേണിയാണെന്നല്ലേ പറയുക. എസ്പെഷ്യലി ഹൂം വി ട്രാവൽ വിത്ത്. ഓൾ അവർ ട്രാവൽസ് ആർ ടുഗദർ വിത്ത് ദിസ് ഫ്രണ്ട്സ് ഗ്യാങ്. പീലിയെ പ്ലേ ഏരിയയിലാക്കി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കോഫിയൊക്കെ എടുത്ത് ഞാൻ ഷോപ്പിലൊക്കെ ഒന്ന് കറങ്ങി. നല്ല കത്തിയാണ്, എന്നാൽ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ പിടിക്കാമെന്ന് കരുതി. വാ, ഡെക്കിലൊക്കെ പോയി നമുക്ക് വ്യൂസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം. ഞാൻ നടക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടല്ലേ? ദേവും ആദ്യമാണ് എൻ്റെ ക്യാമറാമാൻ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും തണുപ്പുമാണ് കേട്ടോ. ഞാൻ പൊതുവേ ഒരു മൗണ്ടൻ പേഴ്സൺ ആണ്. ബട്ട് ഈ ഫെറിയിൽ നിന്നുള്ള വാട്ടർ വ്യൂ ഈസ് ബ്രെത്ത് ടേക്കിംഗ്. ഓരോ തവണ ഈ ട്രിപ്പ് എടുക്കുമ്പോഴും ഈ വ്യൂവിനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും കസിൻസിൻ്റെയും ഒക്കെ കൂടെ മിക്കവാറും പോകുന്ന ഒരു സ്ഥലമായിരുന്നു ബോൾഗാട്ടി പാലസ്. അങ്ങനെയാണ് ഞാൻ ആകെ ഫെറിയിൽ പോയിരിക്കണേ. അതൊക്കെ ഓർമ്മ വരും കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. അടിപൊളി. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മൾ നനൈമോ എത്തി. ഞാൻ ലോഞ്ചിലെത്തിയപ്പോഴേക്കും ആൾക്കാരൊക്കെ ബാഗ് എടുത്ത് പുറത്തിറങ്ങി തുടങ്ങി കേട്ടോ. അയ്യോ, എനിക്ക് ഈ കടൽ എത്ര കണ്ടിട്ടും മതിയാവണില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ നിൽക്കാമെന്ന് കരുതി ബാഗൊക്കെ എടുത്ത് ആങ്കർ ചെയ്യുന്ന സമയത്ത് ഡെക്കിൽ പോയി നിന്നു. ഈ കാറോടൊക്കെ കൂടി ഫെറിയിൽ കയറുന്നത് തന്നെ എനിക്കൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. താഴെ കാർ ഡെക്ക്, മുകളിൽ പാസഞ്ചേഴ്സ് ഏരിയ, ചെറിയൊരു ഫ്ലോട്ടിംഗ് സിറ്റിയൊക്കെ പോലെ. കാറ് ഷിപ്പിൽ നിന്ന് ഇറങ്ങി നനൈമോയിലേക്ക് പോണതാട്ടോ കാണുന്നേ. ആക്ച്വലി ഇന്ന് നമ്മൾ നനൈമോ അധികം എക്സ്പ്ലോർ ചെയ്യണില്ല. നമ്മുടെ പ്ലാൻ പോർട്ട് ആൽബണി എന്ന് പറഞ്ഞ ഒരു സ്മോൾ ടൂറിസ്റ്റ് ടൗൺ ആണ്. കാറിൽ ഗ്യാസും അടിച്ച് ക്വിക്ക് സ്നാക്സും എടുത്ത് ഇനി ടു ദ അമേസിംഗ് റോഡ് ട്രിപ്പ്. ഒരു സൈഡിൽ മൗണ്ടനും അപ്പുറത്തെ സൈഡിൽ ലേക്സും ഒക്കെ ആയി ഒരു ഡ്രീം ട്രാവൽ. ഇത് കാണുമ്പോൾ വിചാരിക്കരുത് കേട്ടോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ട്രിപ്പ് എന്ന്. 4 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ് കാറിൽ. സോ എപ്പോൾ വേണേലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ചിലപ്പോൾ അതിമനോഹരമായ കുറച്ച് കോൺവെർസേഷൻ